മോഹൻലാൽ പുറത്ത്, മമ്മൂട്ടിയും വീണു. ഒന്നാമൻ ആരെന്നറിയാം. കഴിഞ്ഞ വർഷം ബോളിവുഡിനെയും അമ്പരപ്പിച്ചായിരുന്നു മലയാള സിനിമയുടെ തുടക്കം. എന്നാൽ ഈ വർഷം 2ാം മാസം കഴിയുമ്പോഴും 100 കോടി ക്ലബ്ബ് മലയാളത്തിനുണ്ടായിട്ടില്ല. മലയാളത്തിന്റെ എക്കാലത്തെയും ക്രൗഡ് പുള്ളറായ മോഹൻലാലിന്റെ ഒരു റിലീസ് പോലും 2025 ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫലത്തിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ മോഹൻലാൽ ഇല്ല എന്ന അപൂർവതയ്ക്കാണ് കേരള ബോക്സ് ഓഫീസ് ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ 3ാമതാണ് മമ്മൂട്ടി. ആസിഫ് അലിയാണ് 1ാം സ്ഥാനത്തുള്ളത്. കേരള ബോക്സ് ഓഫീസ് കളക്ഷനിൽ 2025 ഒന്നാമത് മലയാളത്തിൽ നിന്ന് രേഖാചിത്രമാണ്. ആസിഫ് അലിയാണ് ചിത്രത്തിൽ നായകനായി എത്തിയത്. രേഖാചിത്രം കേരളത്തിൽ നിന്ന് 26.65 കോടി രൂപയാണ് ആകെ നേടിയത്. ജോഫിൻ ഡി ചാക്കോയാണ് സംവിധാനം. ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു ഇത്. അപ്പു പ്രഭാകർ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിൽ ആസിഫ് അലിക്ക് പുറമെ അനശ്വര രാജൻ, മനോജ് കെ ജയൻ, ഉണ്ണി ലാലു, സായ് കുമാർ, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, സലീമ, നിശാന്ത് സാഗർ, ടി.ജി. രവി, നന്ദു, സുധീകോപ്പ, വിജയ് മേനോൻ എന്നിവർക്കൊപ്പം എയുടെ സഹായത്തോടെ മമ്മൂട്ടിയെയും അവതരിപ്പിച്ചു. കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കളക്ഷനിൽ 2ാം സ്ഥാനത്ത് പൊന്മാനാണ്. ബേസിൽ ജോസഫ് നായകനായ പൊന്മാനാണ് കളക്ഷനിൽ കേരളത്തിൽ മുന്നേറ്റം നേടിയത്. കേരള ബോക്സ് ഓഫീസിൽ 11 കോടിയോളമാണ് പൊന്മാൻ നേടിയത്. ജ്യോതിഷ് ശങ്കറാണ് സംവിധാനം. സജിൻ ഗോപു പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ ലിജോ മോൾ ജോസ്, ആനന്ദ് മന്മഥൻ, ദീപക് പറമ്പോൾ, സന്ധ്യ രാജേന്ദ്രൻ, രാജേഷ് ശർമ്മ തുടങ്ങിയവരും കഥാപാത്രങ്ങളായി ഉണ്ടായിരുന്നു. 3ാം സ്ഥാനത്ത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആണ് മലയാളത്തിൽ മമ്മൂട്ടി നായകനായ ചിത്രം. 9.60 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി 9.12 കോടിയുമായി തൊട്ടു പിന്നാലെയുണ്ട്. നിലവിൽ പ്രദർശനം തുടരുന്നതിനാൽ പെട്ടെന്ന് ഡൊമിനിക്കിനെ മറികടന്നേക്കും.